സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 16, 19 മുതൽ 22 വരെ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ച് കൊണ്ടിരുന്നു. ലാസർ എന്നു പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വേദഭാഗം അനധിവിദൂര ഭാവിയിൽ മർത്യ ജീവിതത്തിന്, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ആത്മാവിന് സംഭവിക്കുവാനിരിക്കുന്ന നിത്യതയുടെ ദർശനമാണ് ഇവിടെ നൽകുന്നത്. ഈ ഭൂമിയിലെ 2 വിഭാഗം ജനങ്ങളെ ഇവിടെ പ്രതിനിധീകരിക്കുന്നുണ്ട്. നന്മ ചെയ്യുന്ന മനുഷ്യനും അതുപോലെ തന്നെ തിന്മ ചെയ്യുന്ന മനുഷ്യനും. തിന്മയ്ക്ക് പ്രതിരൂപമായി ഇവിടെ കാണുന്നത് ധനവാനായൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ചെയ്യുന്ന തിന്മ ഒരുപക്ഷെ ഇവിടെ പരസ്യമായി നാം ദർശിക്കുകയില്ല. എന്നാൽ തിരുവചനം അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നത് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത് തിന്മയാണ്, പാപമാണ് എന്നാണ്. ഈ ധനവാനായ മനുഷ്യൻ ചെയ്ത തിന്മ എന്താണ്? സ്വന്തം പടിപ്പുരയ്ക്കൽ വിശന്ന് ദാഹിച്ച് രോഗിയായി നായ്ക്കൾ വന്ന് ആ ലാസർ എന്ന ദരിദ്രൻ്റെ വ്രണം നക്കുമ്പോഴും കണ്ടിട്ട് കാണാത്തവനെ പോലെ ജീവിച്ച ധനവാൻ. ഇത് തന്നെയാണ് ധനവാൻ്റെ പാപമായി, തിന്മയായി നാം കാണുന്നത്. എന്താണ് 2 പേർക്കും സംഭവിച്ച, അഥവാ ധനവാനും ലാസറിനും സംഭവിച്ച അനന്തരഫലം? ഏറിയ നാളുകൾ കഷ്ടപ്പെട്ടതിന് ശേഷം ലാസർ മരിച്ച് നിത്യതയിൽ സ്വർഗത്തിൽ എത്തിച്ചേരുകയാണ്. അതുപോലെ തന്നെ ധനവാനും മരിച്ചടക്കപ്പെട്ട് നരകത്തിൽ യാതന അനുഭവിക്കുകയാണ്. ഈ ഭൂമിയിലെ ജീവിതം ഈ മർത്യ ശരീരത്തിൽ അങ്ങ് അവസാനിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് തെറ്റുപറ്റുന്ന ഒരു ചിന്തയാണ് ഇവിടെ നാം കാണുക. അതെ, അനേകർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. 1 യോഹന്നാൻ 2:17 ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു, അഥവാ നിത്യതയിൽ വസിക്കുന്നുവെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. ഈ ധനവാൻ ഇതൊന്നും അറിയുന്നില്ല. ഈ ഭൂമിയിലെ ജീവിതം ആഡംബരത്തോടെ സുഖിച്ച് സ്വാർത്ഥ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമായിരുന്നിട്ടും അതെ, ആരെയും സഹായിക്കാതെ ജീവിച്ചു. ഇതാ ഒരു ദിവസം മരിച്ചു മാറ്റപ്പെട്ട്
നരകത്തിലേക്ക് പോവുകയാണ്. എന്നാൽ കഷ്ടത അനുഭവിച്ച, വേദനയും പീഡനവും ദുഃഖവും ദാരിദ്ര്യവും മാത്രം അനുഭവിച്ച ലാസർ നിത്യതയിൽ എത്തിച്ചേരുകയാണ്. ഇവിടെ ഓരോ മനുഷ്യരുടെയും കണ്ണു തുറപ്പിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലെ അല്പകാലവാസം ഈ ആഡംബരത്തോടെ സ്വാർത്ഥനായി ജീവിച്ച ധനവാനെ പോലെയോ നന്മ ചെയ്തുകൊണ്ട്, നന്മ മാത്രം ചെയ്തുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ലാസറിനെ പോലെയോ നാം ജീവിക്കേണ്ടത്. ആമേൻ.